ഹലോ നമസ്കാരം, ആനന്ദ് പവി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ മുഴുവൻ മഴയാണ്. അപ്പോൾ ചില മഴ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു ചേട്ടൻ മഴയത്ത് ഓടിപ്പോകുന്നുണ്ടല്ലേ കുടയില്ലാതെ. അപ്പോൾ കുടയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ വട്ടം തിരിയുന്ന കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്, ചടയമംഗലത്തെ. ഇങ്ങനെ മഴക്കാഴ്ചകൾ കാണാനായിട്ട് മേലെ ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് നടന്ന് വരികയായിരുന്നു. നല്ല രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പോരാത്തതിന് ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് പോയ കറണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി സമയമായിട്ടും വന്നിട്ടില്ല. പലയിടങ്ങളിലും മരമൊക്കെ ഒടിഞ്ഞു വളരെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കറണ്ട് വരാത്തതെന്നാണ് KCB എന്ന് പറഞ്ഞത്. നമ്മൾ ചടയമംഗലത്ത് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വാഹനങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പൊതുവേ നമ്മുടെ ജംഗ്ഷനിലെ ജനത്തിരക്ക് കുറവാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ ജടായിപ്പാറ കാണാം, ജടായിപ്പാറയുടെ വിഷ്വല് കാണാൻ പറ്റും. പക്ഷേ ഈ മഴ ഇങ്ങനെ വരുന്ന അനുസരിച്ചൊക്കെ ജടായിപ്പാറയുടെ അങ്ങോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയൊക്കെയാണ് കാണുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ജടായിപ്പാറയല്ല ഇപ്പോൾ കാണുന്നത്. കാര്യം അവിടെ ഒരു മൂടൽ മഞ്ഞായിട്ട് മാറിക്കഴിഞ്ഞു. ഞൊടിയിടയിൽ നമുക്കിപ്പം ജടായുവിൻ്റെ ശില്പം കാണാം. പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ശില്പം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രത്തോളം കോട ആ ഒരു ജടായു പാറയിൽ വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ നിന്ന് നോക്കുന്ന വിഷ്വല് ഭയങ്കര മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഫുട്പാത്തിലൂടെ യാത്ര തുടരുകയാണ്. 100 രൂപയുടെ റെയിൻകോട്ട് വളരെ ഉപകാരമാണ്. പലരും അതിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ ഒഴുക്കില്ലാതെ കിടന്നൊരു തോടാണ്. വീണ്ടും നടന്ന് അവസാനം KSRTC ബസ് സ്റ്റാൻഡ് അവിടെ എത്തി. അപ്പോഴാണ് ഏതോ ഒരു പൊളിഞ്ഞ ബസ് ഒരു ക്രെയിനിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നൊരു കാഴ്ച കണ്ടത്. പിന്നെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം മണ്ണ് കർഷണ യന്ത്രത്തിൻ്റെ അവിടെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ഇത് പുഴുതു വീണിട്ട് ഇവിടുത്തെ ലൈൻ കമ്പി മൊത്തം പൊട്ടി. അതിന് 5-6 പോസ്റ്റൊക്കെ ഒടിഞ്ഞ് ആ പ്രദേശം മൊത്തം കറണ്ടും പോയി. ഇപ്പോൾ അവർ ആ മരമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ JCB വെച്ചിട്ട് അതിൻ്റെ വേര് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചടയമംഗലത്ത് ബിവറേജിലേക്ക് പോകുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ കുറേ പേര് വളരെയധികം വിഷമപ്പെട്ടു. കാര്യം ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് വന്ന വഴിയൊക്കെ ഇങ്ങനെ മോശമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആരാക്കായാലും വിഷമം വരത്തില്ലേ, സ്വാഭാവികം. ആ പോസ്റ്റിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ആ ചേട്ടനൊക്കെ പോകുന്നത്. അങ്ങനെ നടന്ന് വീണ്ടും MC റോഡിൽ കയറി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ ചിക്കൂസ് ബ്രോ അവിടെ ഇന്നും പതിവ് തെറ്റാതെ നമ്മുടെ പായസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി ഒരു ചൂട് പായസം മേടിച്ച് കുടിച്ച് നേരെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്